വെജുകാർക്കും നോൺ വെജുകാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ബിരിയാണി കണ്ടാലോ. ജീരകശാല അരിയാണ് കേട്ടോ. കൈമ റൈസ്, ജീര റൈസ് എന്നൊക്കെ പറയും. ഈ കുഞ്ഞരിയാണ് വേണ്ട കേട്ടോ. ഇത് കഴുകണ സമയത്ത് തന്നെ നല്ല മണമായിരിക്കും. അപ്പോൾ ഒരു ഗ്ലാസ് ഞാൻ ഒരു ബൗളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അടുത്തത് ഒരു അരപ്പുണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു 2 ചെറിയ തുണ്ട് പട്ട, 3-4 ഗ്രാമ്പൂ, 2 ഏലക്ക, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 പച്ചമുളക്, 3-4 അല്ലി വെളുത്തുള്ളി, 2 ചെറിയ തുണ്ട് ഇഞ്ചി, 1 സവാള മുറിച്ചത്, കുറച്ച് പുതിന, കുറച്ച് മല്ലിയില. പുതിനേക്കാട്ടിലും മല്ലിയില കൂടുതലുണ്ടെങ്കിലാണ് കുറച്ചുകൂടെ സ്വാദ് കേട്ടോ. അപ്പോൾ അതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഈ ഒരു മസാലയാണ് ബിരിയാണിക്ക് മെയിനായിട്ട് ചേർക്കണത്. വേറെ മസാലകളൊന്നും അധികം ഇല്ലാതെ വളരെ മൈൽഡായിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഞാൻ അതൊന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. അടുത്തത് നമുക്ക് ഉണ്ടാക്കാനായി തുടങ്ങാം. കുക്കറിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ കൂടെ ചേർക്കുകയാണ്. ഇനി ഒരു വലിയ ബേ ലീഫ് 2ആയി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു വലിയ സവാള നീളത്തിൽ മുറിച്ചത് ഇടുകയാണ്. ഇനി സവാള ട്രാൻസ്പെറൻ്റ് ആവണ വരെ സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 തക്കാളി ചേർക്കുകയാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇന്നിവിടെ ചേർത്തത് ബീൻസ്, ക്യാരറ്റ്, ഫ്രഷ് പീസ്. ഇനി അടുത്തത് ഇതിലേക്ക് ചേർക്കാൻ പോണത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാല ഉണ്ടല്ലോ, അതാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇനി നേരത്തെ കുതിർത്ത് വെച്ച അരി ചേർത്ത് കൊടുക്കാം. വീണ്ടും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. വീണ്ടും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത വിസിൽ വരണതിന് മുമ്പായിട്ട് തന്നെ നിർത്തുക. അതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം കേട്ടോ. തുറക്കുമ്പോഴേക്ക് എന്താ മണം. ഇതുപോലുള്ള ഈസി റെസിപ്പീസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.